ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും, നമസ്കാരം. ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് ഹെൽത്തിയും ടേസ്റ്റിയുമായ മുരിങ്ങയില മുട്ടത്തോരൻ തയ്യാറാക്കാനാണ്. നല്ല ടേസ്റ്റാണ്. ഇതുപോലെ തയ്യാറാക്കുകയാണെങ്കിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടും. പ്രത്യേകിച്ച് കുട്ടികൾക്ക്. നമുക്ക് ഈ മുരിങ്ങയിലയിൽ മുട്ടയും കൂടെ ചേർത്ത് തോരൻ വെക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ്. നമുക്കതെങ്ങനെ തയ്യാറാക്കണമെന്ന് നോക്കാം. അതിനു വേണ്ടി ഞാനിവിടെ ഒരു പിടി മുരിങ്ങയില എടുത്തിട്ടുണ്ട്. ഇതുപോലെ ഫ്രഷായ മുരിങ്ങയില നമുക്ക് ഇതിൻ്റെ നാരൊക്കെ മാറ്റി ഒന്ന് ഇളക്കിയെടുക്കുക. അതിലോട്ട് 2 മുട്ടയും കൂടെ വയ്ക്കുക. ഇനി നമുക്ക് തോരൻ തയ്യാറാക്കാം. അതിനു വേണ്ടി ആദ്യം വേണ്ടത് അരപ്പ് തയ്യാറാക്കാനാണ്. അതിനിവിടെ ഞാൻ അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്. അതിന് ഒരു മിക്സിയുടെ ജാറിലോട്ട് ചേർത്ത് കൊടുക്കാം. അതിലോട്ട് ഇനി ആവശ്യമുള്ളത് ഒരു ചെറിയ വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം, ഒരു പീസ്. അതുപോലെ 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, അതുപോലെ തന്നെ 1/2 ടേബിൾ സ്പൂൺ ചെറിയ ജീരകം. ഇത് ഇത്രയുമാണ് ചേർക്കേണ്ടത്. നിങ്ങൾക്ക് മുളക് പൊടിക്ക് പകരം ഒരു ചെറിയ പച്ചമുളക് വേണമെങ്കിൽ ചേർക്കാം. അതുപോലെ തന്നെ ജീരകത്തിന് പകരം പെരിഞ്ജീരകം ചേർക്കാം. ചെറിയ ഒരു പീസ് വെളുത്തുള്ളിക്ക് പകരം ഉള്ളിയും ചേർക്കാം. ഇത് നിങ്ങളുടെ ഇഷ്ടാനുസരണം ചേർക്കാവുന്നതാണ്. ഇതൊക്കെ കൂടി ചതച്ചെടുക്കാം. ഇതുപോലെ ചതച്ചെടുത്ത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മുരിങ്ങയില മുട്ടത്തോരൻ തയ്യാറാക്കാം. അതിനുവേണ്ടി ഞാനൊരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. പാൻ നല്ലതുപോലെ ഒന്ന് ചൂടായതിന് ശേഷം 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതുപോലുള്ള തോരനൊക്കെ നമ്മൾ വെളിച്ചെണ്ണയിലാണ് തയ്യാറാക്കേണ്ടത്. അത് വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. അതിലോട്ട് 1/2 ടേബിൾ സ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുകൊന്ന് ചൂടായി പൊട്ടുമ്പോഴത്തേക്കും നമുക്കിനി അതിലോട്ട് 2 വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. മുളകും കറിവേപ്പിലയും ഒന്ന് ചൂടായി കിട്ടുമ്പോഴത്തേക്കും നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന മുരിങ്ങയില മാത്രം ഇപ്പോൾ ചേർത്ത് കൊടുക്കാം. ഉപ്പ് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് കൂടിപ്പോകാതെ ശ്രദ്ധിക്കുക. നമ്മുടെ ഈ ഇല ഐറ്റത്തിനൊന്നും ഉപ്പ് അധികം വേണ്ട, കുറച്ച് ചേർത്താൽ തന്നെ മതിയാകും. ഉപ്പും ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇത് മുരിങ്ങയില ഞാൻ ഇല ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടില്ല. നിങ്ങൾക്ക് ചെറിയ രീതിയിൽ കട്ട് ചെയ്ത് വേണമെങ്കിൽ എടുക്കാവുന്നതാണ്. വളരെ പെട്ടെന്ന് തന്നെ ഈ തോരൻ തയ്യാറാവും. നമുക്കിതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം 2-3 മിനിറ്റ് മതിയാകും. ഇനി നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. അതും കൂടി ചേർത്തതിന് ശേഷം അരപ്പിൻ്റെ മീതെയായിട്ട് നമ്മുടെ മുരിങ്ങ ഇല എല്ലാം കൂടെ ഒന്ന് ചേർത്ത് ഇതുപോലെ വെച്ച് കൊടുക്കാം. ചേർത്ത അരപ്പിൻ്റെ പച്ചച്ചുവയൊന്ന് മാറാൻ വേണ്ടി 2-3 മിനിറ്റ് ഒന്ന് അടച്ചു വയ്ക്കുക. ഇത്രയും മതിയാകും. നമുക്കിനി അടപ്പ് മാറ്റി നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് ഇതിലോട്ട് ഒരു സൈഡ് ഈ മുരിങ്ങയിലേക്ക് ഒന്ന് മാറ്റിയിട്ട് 2 മുട്ട പൊട്ടിച്ച് നമുക്ക് ഇതിൻ്റെ പകുതി ഭാഗത്തോട്ട് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഒരു 2 മിനിറ്റ് സമയം മുട്ട ഇതുപോലെ ഒന്ന് വെച്ചിരിക്കുക. മുട്ടയ്ക്ക് ആവശ്യമായ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ മുട്ടയെ ഇതുപോലെ ഇളക്കി യോജിപ്പിക്കാം. മുട്ടയും മുരിങ്ങയിലയും എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മുരിങ്ങയില തോരൻ തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. മുരിങ്ങയില കഴിക്കാൻ സാധാരണ കുട്ടികൾക്ക് വളരെ മടിയാണ്. ഇതുപോലെ ചെയ്തു കൊടുക്കുമ്പോൾ കുട്ടികളൊക്കെ നല്ല രീതിയിൽ മുരിങ്ങയില കഴിക്കും. വളരെ ഹെൽത്തിയും ടേസ്റ്റിയുമായിട്ടുള്ള മുരിങ്ങയില മുട്ടത്തോരൻ തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.